പ്രതികരിക്കണം എന്ന് പറഞ്ഞാലേ പ്രതികരിക്കുള്ളൂ. അപ്പൊ എന്താ വിചാരം എന്ന് വെച്ചാൽ ആരോയെങ്കിലും പറഞ്ഞ് ഒരു പ്രതികരണം നടത്തിയാൽ ആ പ്രതികരണത്തിന്റെ ഭാഗം അയാൾക്കല്ലേ നാട്ടുള്ളൂ എന്നാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, മനഃശാസ്ത്രപരമാണ്, ഇപ്പൊ അതേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ആരെയെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛനെയാവാം, അമ്മയാവാം, മക്കളെയാവാം, മക്കൾ അച്ഛനെയും അമ്മയെയാവാം, സമൂഹത്തിൽ ആരെയെങ്കിലും ആവാം. പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു സ്വഭാവമായി മാറ്റിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമില്ല, ഹാപ്പിനെസ് ഇല്ല. കേട്ടാ, ഹാപ്പിനെസ് ഇല്ല. ഹാപ്പിനെസ് 4 പ്രധാനപ്പെട്ട ഭാഗമുണ്ട്, അതിലൊന്നായിരുന്നു. അതേ ഇപ്പൊ ഞാൻ പറയാൻ നേരമില്ല, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. 4 ഉണ്ട് ഹാപ്പിനെസ്. ഞാൻ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടത്തിയപ്പോ തളിപ്പറമ്പിൽ ഞങ്ങളുടെ അനുഭവമാണ്. 10 ലക്ഷം 12 ലക്ഷം ആളാണ് പങ്കെടുത്തത്. പങ്കെടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഓരോ മനുഷ്യനും ഹാപ്പിനെസിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ അതിന് പ്രാപ്തമാവണം. ഒരു ക്ലിനിക്ക് വേണം, അതിന് ഹാപ്പിനെസ് ക്ലിനിക്കുകൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. എല്ലാം നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക, കൂട്ടായിട്ടിരുന്ന് ചർച്ച ചെയ്യുക, സന്തോഷത്തോടുകൂടി എന്തെങ്കിലും ജോലിയല്ല, പകരം കളി, ഓട്ടം, ചാട്ടം, യോഗ തുടങ്ങിയിട്ടുള്ളതെന്തെങ്കിലും ചെയ്യുക, അതിന്റെ ഒപ്പം പ്രോത്സാഹിപ്പിക്കുക. ഈ 4 കൂടി ചേർന്നാലേ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയുന്നത്, പലരും പറയുന്നത് ഇപ്പോൾ പറയുന്നുണ്ട്, എന്നാ എനിക്ക് ടെൻഷൻ, ഡിപ്രഷനാണ് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ കണ്ടുപിടിക്കുന്നതല്ല, ഇവരെന്നെ പറയും. കാരണം ഈ മാസികയെല്ലാം വായിച്ച് ഡിപ്രഷൻ. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കുള്ള പ്രധാനപ്പെട്ട രോഗം ഡിപ്രഷൻ. വേണ്ടാതെ വീഴ്പ്പ് വാണം പോലെ ആവശ്യമില്ലാതെ മുഴുവൻ കാര്യവും മനസ്സിൽ കൊണ്ട് നടന്നിട്ടാണ് ഈ ഡിപ്രഷൻ. ഒരു കാര്യമില്ലാതാ. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഒഴിവായി കളയണം. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിസ്ഥിതിയിൽ മനോരമയും മാതൃഭൂമിയും വായിച്ചാൽ അതെന്നെ ഡിപ്രഷനാകും. മനോരമയും മാതൃഭൂമിയും ശരിക്ക് മനസ്സിരുത്തി വായിച്ചു പോയാൽ ഉറപ്പാണ് ഡിപ്രഷൻ. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. മനസ്സിലായില്ലേ? നമ്മൾ കാണേണ്ട തനി കളവല്ലേ പറയുന്നത്. നമ്മൾ ഓരോരുത്തരെ പറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പോ ഒരു ബോംബ് സ്ഫോടനത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ മരിക്കുകയും കുറച്ചാൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു പാനൂരിൽ. ഇന്നലെ എത്ര ദിവസമായി തുടങ്ങിയിട്ട് UDFന്റെ ക്യാമ്പയിൻ അതാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരെന്തോ അക്രമം നടത്താൻ പോവാണ്. നിന്റെ ഷീട്ടിനൊന്നുമല്ലോ കമ്മ്യൂണിസ്റ്റുകാർ അക്രമം നടത്തുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 22ാം പാർട്ടി കോൺഗ്രസ്, ഇതിപ്പോ 23ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞത്, 24ാം പാർട്ടി കോൺഗ്രസ് വരികയാണ്. തൃശൂരായിരുന്നു ആ സമ്മേളനം, സമാപന സമ്മേളനം. കോടിയേരിയെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുത്തു. അവിടെ സമ്മേളന ഉദ്ഘാടനത്തിനൊക്കെ നേതാക്കന്മാരുണ്ട്, അഖിലേന്ത്യാ നേതാക്കന്മാർ. അധ്യക്ഷൻ സഖാവ് കോടിയേരി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി. അപ്പോഴ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംഘർഷങ്ങൾ നിൽക്കുകയാണ്. പാർട്ടി സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചു. സമ്മേളനത്തിന്റെ വിവരം സഖാവ് കോടിയേരി പൊതുസമ്മേളനത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾ CPIM പാർട്ടിയാണ്, ഒരു തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടിനും വശംവദമാവില്ല. ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും ഇനി ഈ പാർട്ടി വശംവദമാവില്ല. ഞങ്ങളുടെ പ്രവർത്തകരെയും സഖാക്കളെയും ആക്രമിച്ചു കൊലപ്പെടുത്തിയാലും ആ കൊലപാതക സംവിധാനത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിനു പകരം അതിനെ കൊലപാതകത്തിന്റെ രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യില്ല. ഒരു സംഘർഷാത്മകമായ സാഹചര്യവും ഇനി കേരളത്തിൽ സൃഷ്ടിക്കില്ല. ഞങ്ങളുടെ മുൻകൈയിൽ അത്തരത്തിലുള്ള ഒരു കാര്യവും നടക്കാൻ പാടില്ല എന്ന് പൊതുജനങ്ങളോട് 10,000 കണക്കിന് ആളുകൾ പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ സഖാവ് കോടിയേരി നടത്തിയ പ്രസംഗമാണ്.